റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത 3 ഏജന്റുമാരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യൂർ സ്വദേശി സിബി, എറണാകുളം സ്വദേശി സന്ദീപ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സിപിഎമ്മിന് പണമുണ്ടാക്കുവാനുള്ള വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള കടുംവെട്ടാണിതെന്നും ചെന്നിത്തല. തൃശൂരിലെ ജില്ലാ പബ്ലിക് ലൈബ്രറിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം നോക്കുകുത്തിയായി മാറി. അഗ്നിരക്ഷാ സംവിധാനമില്ലാതെ നിർമ്മിച്ച കെട്ടിടം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിൽ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത തുറക്കുന്നതിന് മുൻപ് സർവീസ് റോഡിന്റെ വീതി കൂട്ടണമെന്ന് ആവശ്യം ശക്തം. കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗ് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മേയർ എം കെ വർഗീസ്. തൃശൂർ കുന്നംകുളം റോഡിന്റെ നിർമ്മാണം പുതിയ കരാറുകാർക്ക് കൈമാറി. ശക്തമായ ചൂടും കാറ്റും മൂലം തീപിടുത്തങ്ങളേറുന്നു. ഫയർഫോഴ്സ് നെട്ടോട്ടത്തിൽ. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിശമന സേന. വിശദാംശങ്ങളിലേക്ക്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത 3 ഏജന്റുമാരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യൂർ സ്വദേശി സിബി, എറണാകുളം സ്വദേശി സന്ദീപ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചൂഷണം ചെയ്തുള്ള വ്യക്തികടത്ത്, തെറ്റിദ്ധരിപ്പിച്ച് ചതിച്ച് നിർബന്ധിത ജോലി ചെയ്യിക്കൽ, വഞ്ചന എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് കേസെടുത്തത്. കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ വെടിയേറ്റ് ഏതാനും ദിവസം മുൻപ് കൊല്ലപ്പെട്ടിരുന്നു. ബന്ധു ജെയിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ജെയിനിന്റെ പിതാവ് കുത്തുപാറ സ്വദേശി കുര്യനും കൊല്ലപ്പെട്ട ബിനിലിന്റെ ഭാര്യ ജോയ്സിയും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. മൂവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. മകനെ ചതിച്ച് കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്നാണ് കുര്യൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന് ശേഷം റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്നാണ് പരാതി. പുറമേ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് എഗ്രിമെന്റ് വഴിയാണ് യുവാക്കൾ റഷ്യയിലേക്ക് പോയതെന്നും ഏജന്റുമാരിൽ 2 പേർ സന്ദീപ്, സുമേഷ് ആന്റണി എന്ന സ്റ്റീവ് ആന്റണിയും റഷ്യൻ പൗരത്വമുള്ളവരാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സിപിഎമ്മിന് പണമുണ്ടാക്കുവാനുള്ള വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള കടുംവെട്ടാണിത്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ വെള്ളം വേണ്ടിവരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാവില്ല. എക്സൈസ് വകുപ്പ് സിപിഎമ്മിന് കറവ പശുവാണ്. ഒയാസിസ് എന്ന കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനിയാണ്. ഡൽഹി അഴിമതി കേസിൽ ഉൾപ്പെടെ ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ടെൻഡർ വിളിക്കാതെ ഒരു അപേക്ഷ എഴുതി വാങ്ങി മന്ത്രിസഭ അനുമതി കൊടുക്കുകയാണുണ്ടായത്. ഇത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഇടപാടാണ്. LDF പോലും അറിയാതെ നടന്ന ഈ ഇടപാട് രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ഏകാധിപത്യ രീതിയിലാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ മന്ത്രി MP രാജേഷിന് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഇനി ബ്രൂവറി വേണ്ടെന്ന് 1999 തീരുമാനമുണ്ട്. ഇത് നിലനിൽക്കെയാണ് ആരുമറിയാതെ പുതിയ തീരുമാനമുണ്ടായത്. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇതിനെ നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് കച്ചിശ്ശേരി പഞ്ചായത്തൊക്കെ മഴനിഴൽ പ്രദേശമാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഇത് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ ഒരു വർഷം വേണ്ടി വരുന്നത്. അപ്പോൾ MP രാജേഷ് പറയുന്നത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചത്. വാട്ടർ അതോറിറ്റി അതാണ് പ്രശ്നം. ഭൂഗർഭജലം ഉപയോഗിച്ച് ഇവിടെ മദ്യനിർമ്മാണം നടത്താനുള്ള നടപടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതാണ് പ്രശ്നം. അതിനെ എന്ത് ശക്തിയായി തന്നെയാണ് ഇതിനകത്ത് മന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഹിന്ദു വർഗീയ കാർഡ് കളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന വി ബലറാം അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വർഗീയ കാർഡിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. വർഗീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ അന്തിമ വിജയം കോൺഗ്രസിനുള്ളതാണെന്നും ചെന്നിത്തല പറഞ്ഞു. വി ബലറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള ബലറാം സ്മൃതി പുരസ്കാരം TN പ്രതാപനെ സമ്മാനിച്ചു. പുരസ്കാരമായി ലഭിച്ച 50,000 രൂപ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രതാപൻ കൈമാറി. സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും കൂടെ നടന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തിയെന്നും TN പ്രതാപൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. അനിലക്കര, PT അജയ് മോഹൻ, CC ശ്രീകുമാർ, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു.
വയലിൻ കലാകാരി ഗംഗ ശശിധരനെ ചടങ്ങിൽ ആദരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഇടതു സർക്കാരിന്റേത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. KPSTA തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPSTA റവന്യൂ ജില്ലാ പ്രസിഡന്റ് PK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്, K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, KS സുഹൈർ തുടങ്ങിയവർ സംസാരിച്ചു. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന തൃശൂരിലെ ജില്ലാ പബ്ലിക് ലൈബ്രറിക്കായി പുതിയതായി നിർമ്മിച്ച സ്വന്തം കെട്ടിടം അഗ്നിരക്ഷാ സംവിധാനമില്ലാതെ നിർമ്മിച്ചതിനാൽ നോക്കുകുത്തിയായി കിടക്കുന്നു. കോടികൾ മുടക്കി പണിത കെട്ടിടം അധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ നേർക്കാഴ്ചയായി മാറുകയാണ്. സാംസ്കാരിക നഗരിയുടെ അക്ഷര തലയെടുപ്പാണ് തൃശൂർ ടൗൺഹാളിൽ പ്രവർത്തിക്കുന്ന 150 വർഷത്തിലേറെ പഴക്കമുള്ള തൃശൂർ പബ്ലിക് ലൈബ്രറി. പുസ്തകശേഖരത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനത്തുള്ള കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയ ആദ്യ ലൈബ്രറി കൂടിയാണ് തൃശൂരിലേത്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ജില്ലാ ലൈബ്രറിക്കായി ടൗൺഹാളിന് പുറകിലായി PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് നിർമ്മിച്ച 4 നില കെട്ടിടമാണ് പണി പൂർത്തിയായെങ്കിലും അഗ്നിരക്ഷാ സംവിധാനമില്ലാതെ നിർമ്മിച്ചതിനാൽ ഉപയോഗിക്കാനാകാതെ കിടക്കുന്നത്. മുൻ MLA-മാരായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവർ അനുവദിച്ച 5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പണികളെല്ലാം പൂർത്തിയാക്കി പെയിന്റടിച്ച് മനോഹരമാക്കിയ പുതിയ കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ വന്ന പിഴവാണ് ഇപ്പോൾ തടസ്സമായി കിടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറികളിൽ ഒന്നായി ഇത് മാറും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1.25 ലക്ഷത്തോളം പുസ്തകശേഖരമുള്ള തൃശൂരിന്റെ സ്വന്തം ലൈബ്രറിയിൽ 80 വർഷത്തിലേറെ പഴക്കമുള്ള നോവലുകളും കഥകളും നാടകങ്ങളും പഴയകാല താളിയോല ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ മറ്റൊരു ഗ്രന്ഥശാലയിലുമില്ലാത്ത അമൂല്യ പുസ്തകശേഖരങ്ങളുമുണ്ട്. എത്രയും പെട്ടെന്ന് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പുസ്തകപ്രേമികളുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത. കോടതി ജംഗ്ഷനിൽ സ്ഥിരം ഗതാഗത സ്തംഭനമാണ്. ഏതെങ്കിലും ചരക്ക് ലോറികൾ എത്തുന്നതോടെ കുരുക്കിന് തുടക്കമാകും. നീളം കൂടുതലുള്ള ലോറികൾ സർവീസ് റോഡിലേക്ക് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ തലങ്ങും വിലങ്ങും വരുന്ന മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വരുന്നു. ഇതിന് പിന്നാലെ എത്തുന്ന ചെറിയ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കും. ഇതോടെ 6 ഭാഗത്തുമുള്ള റോഡുകൾ കുരുക്കിലാകും. മാസങ്ങളായി തുടരുന്ന ദുരവസ്ഥ ഇപ്പോൾ അതിരൂക്ഷമാണ്. വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമ്പോൾ മാത്രം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കും. അല്ലാത്ത സമയങ്ങളിൽ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർമാരാണ് കുരുക്ക് ഒഴിവാക്കുന്നത്. ചാലക്കുടി ജംഗ്ഷൻ വികസിച്ചതോടെ ഇവിടേക്കുള്ള സ്വകാര്യ വാഹനങ്ങളുടെ വരവ് ക്രമാതീതമായി വർദ്ധിച്ചു. റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള വാഹനങ്ങൾ അടിപ്പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അടിപ്പാത തുറക്കുന്നതിന് മുമ്പ് സർവീസ് റോഡിന്റെ വീതി കൂട്ടുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നു. മിനി സിവിൽ സ്റ്റേഷൻ മതിൽ പൊളിച്ച് കിഴക്കേ ഭാഗത്തെ സർവീസ് റോഡ് വീതി കൂട്ടുമെന്നാണ് ഉറപ്പു നൽകിയിരുന്നത്. പക്ഷേ അത് നടപ്പാക്കിയില്ല. ഗതാഗതക്കുരുക്കിൽ കുരുങ്ങുന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുന്നതും പതിവാണ്. ചാലക്കുടി അടിപ്പാതയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. TCV ചാലക്കുടി. മാള തെക്കൻ താണിശ്ശേരിയിൽ ബൈക്കിടിച്ച് 100 വയസ്സുകാരൻ മരിച്ചു. തെക്കൻ താണിശ്ശേരി സ്വദേശി അറക്കൽ വർഗീസാണ് മരിച്ചത്. സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരനായ എറിയാട്ട് സ്വദേശി പടയാട്ടി സോജന് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 8ഓടെയായിരുന്നു സംഭവം. കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗ് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മേയർ MK വർഗീസ്. 3-4 ഘട്ടങ്ങൾ പ്രവൃത്തി ചെയ്യുന്നതിന് ഗതാഗതം ക്രമീകരിക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആരംഭഘട്ടം മുതൽ കുറുക്കഞ്ചേരി വെളിയന്നൂർ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും റോഡിന്റെ ഇരുവശത്തുള്ള വ്യാപാരികളുമായും വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ പദ്ധതി 4 ഘട്ടങ്ങളിലായി തിരിച്ചു നടത്തുന്ന പ്രവർത്തനമാണെങ്കിലും ഒരേ സമയം 4 ഘട്ടങ്ങളിലെ പ്രവർത്തനവും നടന്നുവരുന്നുണ്ട്. 2ാം ഘട്ടം കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിനായി മെറ്റൽ വിരിച്ച ഭാഗത്തുനിന്ന് പൊടിപടലങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. ബോധപൂർവം തെറ്റായ പ്രചരണം ചിലർ സംഘടിപ്പിക്കുന്നതാണ്. നിർമ്മാണം നിർത്തിപ്പോയിരിക്കുന്നു എന്ന പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. 2 ദിവസത്തിനകം ചീഫ് ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടനെ നിർമ്മാണം തുടരുന്നതാണെന്ന് മേയർ പറഞ്ഞു.
തൃശൂർ കുന്നംകുളം റോഡിന്റെ നിർമ്മാണം പുതിയ കരാറുകാർക്ക് കൈമാറി. നവംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ ഹൈക്കോടതിയിൽ അറിയിച്ചു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഹൈക്കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. ശക്തമായ കാറ്റുമൂലം തീപിടുത്തങ്ങളേറുന്നു. ഫയർഫോഴ്സ് നെട്ടോട്ടത്തിൽ. ഒരാഴ്ചയായി തീപിടുത്ത സംഭവങ്ങൾ ഏറുകയാണ്. ദിവസം 10 ഫോൺ കോളുകൾ വരെ തീ അണയ്ക്കാനുള്ള കേസുകളായി വരുന്നുണ്ടെന്ന് തൃശൂർ ഫയർഫോഴ്സ് വ്യക്തമാക്കി. തീപിടുത്തങ്ങളുടെ എണ്ണം ഏറുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഗ്നിശമന സേന പറയുന്നു. ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ശ്രദ്ധ വേണം. കത്തിച്ച ശേഷം തീ പൂർണ്ണമായി അണഞ്ഞുവെന്ന് ഉറപ്പുവരുത്തണം. തീ പടരാവുന്ന ഉയരത്തിലുള്ള ഷെഡുകൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ എന്നീ ഭാഗങ്ങളിൽ തീ കൂട്ടരുത്. വഴിയോരങ്ങളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കരുത്. രാത്രിയിൽ തീയിടാതിരിക്കുക. അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും തീ പടരുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഇതിൽ ജാഗ്രത പാലിക്കണം. സ്ഥാപനങ്ങൾക്ക് ചുറ്റും ഫയർലൈൻ ഒരുക്കുകയും സ്ഥാപനങ്ങളിൽ കരുതിയിരിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വനമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ കാട്ടുതീ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. TCV തൃശൂർ. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ സെന്റ് ജോർജ് കുരിശുപള്ളിയിലെ നവീകരിച്ച പ്രാർത്ഥനാലയം അഗ്നിബാധയിൽ പൂർണ്ണമായും കത്തിനശിച്ചു. അയ്യപ്പ ഭക്തന്മാർ അഗ്നിബാധ കണ്ട് ബസ് സ്റ്റാൻഡ് യൂണിയൻ തൊഴിലാളികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 1 വർഷം മുൻപാണ് കുരിശുപള്ളി നവീകരിച്ചത്. പള്ളിയുടെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് ബോർഡിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കയ്പമംഗലം കാളമുറിയിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിക്കുകയും കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശികളായ മുരിയൻകാവിൽ നാദിർ ഷാ, മുറിത്തറ റമീസ്, പോക്കാക്കില്ലത്ത് അസ്കർ, വലിയകത്ത് സഫ്വാൻ, പുഴങ്കരയിലത്ത് മുഹമ്മദ് അനസ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് കയ്പമംഗലം സ്വദേശികളായ കമറുദ്ദീൻ, മനു, ത്വാലിബ്, മതിലകം സ്വദേശി നിസാം എന്നിവരെ കാർ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിച്ചത്. SIമാരായ KS സൂരജ്, സിയാദ്, സീനിയർ CPO അൻവറുദ്ദീൻ, CPOമാരായ ഡെൻസ്മോൻ, സൂരജ്, അനന്തുമോൻ എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചേലക്കര മേപ്പാടം അരമന ബാറിന് സമീപത്ത് നിന്ന് പിക്കപ്പ് വാനിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരിൽ നിന്ന് ഹാഷിഷ് ഓയിൽ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ണൂർ സ്വദേശി പുത്തുരുത്തുപറമ്പിൽ കാജ ഹുസൈനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയിൽ നിന്ന് 4 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CI K സതീഷ് കുമാർ, SI ജൂലി സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. കാരമുക്കിൽ വിദ്യാർത്ഥിനിക്ക് വളർത്തുനായയുടെ കടിയേറ്റു. മണലൂർ പ്രതീക്ഷ അങ്കണവാടിക്ക് സമീപം കൈപ്പുള്ളി വീട്ടിൽ രമേശിന്റെ മകൾ അദ്വൈതയ്ക്കാണ് കടിയേറ്റത്. വീട്ടിൽ ഭക്ഷണം കഴിച്ച് വീടിന് പുറത്ത് കൈകഴുകി തിരികെ അകത്ത് കയറുമ്പോഴാണ് അയൽവാസിയുടെ നായ പിന്നാലെ വന്ന് കടിച്ചത്. കുട്ടിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സയ്ക്ക് വിധേയയാക്കി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അദ്വൈത. സമീപവാസിയുടെ വളർത്തുനായ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നാട്ടുകാർ ഇതേക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു. നിരവധി തവണ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും നാട്ടുകാർ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുത്ത 7 കർഷകർക്കുള്ള ധനസഹായം യോഗത്തിൽ മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 57 പഞ്ചായത്തുകളിലെ നെൽ കർഷകർക്കായി 2 കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മെമ്പർമാരായ സജു, ഷീല, അജയഘോഷ്, മായ, ബെന്നി ആന്റണി, സുഗത ശശിധരൻ, വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. മുനമ്പത്ത് നിന്ന് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ചേന്നമംഗലം കരിപ്പായി കടവ് സ്വദേശി നിലവു വീട്ടിൽ രമേശ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള മനാമി എന്ന സ്പീഡ് ബോട്ടാണ് പിടികൂടിയത്. അനുമതി പത്രമോ ആവശ്യമായ രേഖകളോ ഇല്ലാതെയാണ് ബോട്ട് കടൽയാത്ര നടത്തിയത്. 3 കുട്ടികളടക്കം 8 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. പരിശോധനയിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോടെ
അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകളില്ലെന്നും വ്യക്തമായി. കസ്റ്റഡിയിലെടുത്ത ബോട്ട് പോർട്ട് ഓഫീസർക്ക് കൈമാറി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി.എൻ. പ്രശാന്ത്കുമാർ, വി.എം. ഷൈബു, ഇ.ആർ. ഷിനിൽകുമാർ, സി റെസ്ക്യൂ ഗാർഡുമാരായ ഷഫീഖ്, സിജീഷ്, ബോട്ട് സ്ട്രാങ് സന്തോഷ് മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേൽക്കുന്ന സംഭവങ്ങളേറുന്നു. ഷവർമ വിൽപ്പനയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭക്ഷണശാലകൾ. സമീപനാളുകളിൽ നിരവധി പേർക്കാണ് ഷവർമ മൂലമുള്ള ഭക്ഷ്യവിഷബാധയേറ്റിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എളവള്ളി ചിറ്റാട്ടുകരയിലെ വെൽക്കം ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചുള്ള വിഷബാധ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്. ബോട്ടുലിനം ടോക്സിൻ എന്ന വിഷാംശമാണ് ഷവർമയിൽ വില്ലനാവുന്നത്. ഭാഗികമായി വേവിച്ച ഇറച്ചി തണുപ്പിച്ച് സൂക്ഷിക്കുന്നു, പിന്നെയും ഇത് ചൂടാക്കി ഉപയോഗിക്കുന്നു. ഷവർമ തയ്യാറാക്കുമ്പോൾ മുഴുവനായി വേവാത്ത മാംസഭാഗങ്ങളാണ് അപകടകരമാവുന്നത്. കോഴിമുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മയണൈസും വില്ലനാകാറുണ്ട്. മയണൈസിനായി പാസ്ചറൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മയണൈസ് 2 മണിക്കൂറിൽ കൂടുതൽ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കരുത്. പാക്ക് ചെയ്ത് നൽകുന്ന ഷവർമയുടെ ലേബലിൽ 2 മണിക്കൂർ വരെ ഉപയോഗിക്കാം എന്ന് കൃത്യമായി ചേർക്കണം. ഷവർമ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫ്രീസറുകൾ കൃത്യമായ ഊഷ്മാവിൽ പ്രവർത്തിക്കണം. ഇതിനായി ടെമ്പറേച്ചർ മോണിറ്ററിംഗ് റെക്കോർഡ് കടയിൽ സൂക്ഷിക്കണം. എന്നാൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളും ഇത്തരം മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നതാണ് വാസ്തവം. TCV തൃശൂർ. തൃപ്രയാറിൽ നാടൻ പൊട്ടുവെള്ളരിക്കടയിൽ മോഷണം. മുട്ടിച്ചൂർ സ്വദേശി പോക്കാക്കെല്ലത്ത് മുഹമ്മദ് റാഫിയുടെ കടയിലാണ് മോഷണം നടന്നത്. കടയിൽ കയറിയ 3 മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കടയുടെ മുൻഭാഗത്തെ മറ കീറി മുറിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ 1000 രൂപ കവർന്നു. അന്തിക്കാട് പോലീസിൽ കടയുടമ പരാതി നൽകിയിട്ടുണ്ട്. 1.5 വർഷം മുൻപ് കടയിൽ നിന്ന് 10,000 രൂപ മോഷണം പോയിരുന്നു. കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തലയൂട്ടിയും അസ്ഥികളും കണ്ടെത്തി. 3 മാസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയായ കരുവാത്തുവീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയൂട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം. തൂങ്ങി മരിച്ച വ്യക്തിയുടേതാണ് അസ്ഥികളെന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് തലയോട്ടി കണ്ടത്. പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടി എത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത്. എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് തലയോട്ടി കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. മരം മുറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ ഒരു തലയോട്ടിയും അതുപോലെ എല്ലിന്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പറമ്പിന്റെ ഉടമസ്ഥനെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിച്ചു. ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പൈസയും കൂടിയിട്ടൊരു കവറിൽ എടുത്തിരുന്നു. പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട്. കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി. ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറിന്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട്. മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവും കിടക്കുന്നുണ്ട്. പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയതെന്നുമാണ് കരുതുന്നത്. ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ. വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. സയന്റിഫിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി. TCV എരുമപ്പെട്ടി. പറവൂരിൽ വാഹനാപകടത്തിൽ പെരിഞ്ഞനം സ്വദേശിയായ യുവാവ് മരിച്ചു. പള്ളത്ത് സുരേഷിന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ആലുവയിലുള്ള സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ ബൈക്കിൽ വരുന്നതിനിടെ മീൻ കയറ്റി വന്ന പിക്കപ്പ് ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലങ്ങാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബേലൂക്കര പഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സ്നാക്ക് ഹണ്ട് നടത്തി. പുലർക്കാലങ്ങളിൽ മാത്രം പലഹാര നിർമ്മാണം നടത്തി വിവിധ പ്രദേശങ്ങളിൽ വിതരണം നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് ഓപ്പറേഷൻ സ്നാക്സ് ഹണ്ട് എന്ന പേരിൽ പ്രത്യേക ടീം രൂപീകരിച്ച് പരിശോധന നടത്തുന്നത്. സമൂസ, വട തുടങ്ങിയ പലഹാരങ്ങൾ വലിയ തോതിൽ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലാണ് ബേലൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയ 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിലും തൊഴിലാളികൾക്ക് ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും പ്രവർത്തിച്ച ലളിതം ഫുഡ് പ്രോഡക്ട്സ്, അക്ഷര ഫുഡ് എന്നിവയ്ക്ക് അപാകതകൾ പരിഹരിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KK ലാലുമോൻ, KS ഷിഹാബുദ്ദീൻ, KA സുജിത് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോയ് പ്ലാശ്ശേരി, സേവിയർ ചിറയത്ത്, വിജയ് ഹരി, അനൂപ് ഡേവിസ് കട തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് ഭണ്ഡാര വരവ്. കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 7,50,22,241 രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം മെയ് മാസം ലഭിച്ച 7,36,00,000 രൂപയുടെ റെക്കോർഡാണ് ഇത്തവണ മറികടന്നത്. ശബരിമല തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ് ഭണ്ഡാരവരിൽ വർധനവുണ്ടാവാൻ കാരണം. 3 കിലോ 906 ഗ്രാം 200 മില്ലിഗ്രാം സ്വർണവും 25 കിലോ 830 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 35ഉം നിരോധിച്ച 1,000 രൂപയുടെ 14ഉം 500ന്റെ 33 കറൻസിയും ലഭിച്ചിട്ടുണ്ട്. PNB ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ ക്ഷേത്രനടയിലെ 3 ഈ ഭണ്ഡാരങ്ങളിൽ നിന്നായി 3,94,412 രൂപയും ലഭിച്ചിട്ടുണ്ട്. KSDA ജില്ലാ സമ്മേളനം പെരിങ്ങോട്ടുകരയിൽ നടന്നു. സമ്മേളനം മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ പിന്നോട്ടടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KC സജൻ, E നന്ദകുമാർ, IV ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് വലിയ വർഗീയ പ്രചരണം നടത്തുന്നവർക്ക് ലഭിച്ചു എന്നതാണ് ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ചെമ്പൂക്കാവിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ റജി ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ NB സമീറ, E റെക്സ് തോമസ്, ഷാജു ജോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവിധ ആശംസകളും ഉദ്യോഗാർത്ഥികളെ ആശംസിച്ചുകൊണ്ട് നഗരത്തിൽ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുക, മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുള്ള ഫീഡിംഗ് പോയിന്റുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർക്ക് പരാതി നൽകി. AIYF തൃശൂർ മണ്ഡലം സെക്രട്ടറി GM അഖിലാണ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർക്ക് നിവേദനം കൈമാറിയത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് ഡെപ്യൂട്ടി മേയർ ഉറപ്പു നൽകി. AIYF തൃശൂർ മണ്ഡലം പ്രസിഡന്റ് സിബി ജോർജ്, ജോയിന്റ് സെക്രട്ടറി ട്വിങ്കിൾ മുരളീധരൻ, വൈസ് പ്രസിഡന്റുമാരായ സ്വാതി രഞ്ജിത്ത്, AA അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യമനസ്സിന്റെ സങ്കീർണതകളെ അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ് രാജലക്ഷ്മി എന്ന് കഥാകൃത്ത് മാനസി അഭിപ്രായപ്പെട്ടു. വനിതാ സാഹിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാജലക്ഷ്മി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മലയാള സാഹിത്യത്തിൽ അവഗണിക്കാനാവാത്ത സാന്നിധ്യമാണ് രാജലക്ഷ്മിയെന്നും അവർ കഥാലോകത്ത് സ്വന്തം സിംഹാസനം കരസ്ഥമാക്കിയെന്നും മാനസി പറഞ്ഞു. തൃശൂർ NGO യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KP സലീന അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR ബീന സംസാരിച്ചു. തുടർന്ന് മലയാള സാഹിത്യത്തിലെ ഏകാന്ത വിസ്മയം എന്ന വിഷയത്തിൽ സെമിനാർ ഡോക്ടർ PK കുശലകുമാരി മോഡറേറ്ററായി. ഡോക്ടർ P രശ്മി, ഡോക്ടർ ഉർസുല ബിനോയ്, ഡോക്ടർ M ദിവ്യ, ഡോക്ടർ പ്രസീജ മനോജ്, KS ശ്രുതി, ജൈന ചക്കാമഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. MTയുടെ വിയോഗത്തോടെ മലയാള സാഹിത്യലോകത്തുണ്ടായ അഭാവം നികത്താനാവാത്തതാണെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന MT അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. MTയെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും പഠിക്കണമെങ്കിൽ യുവതലമുറ അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുക തന്നെ വേണം. പ്രതികരിക്കേണ്ടതായ ഏതൊരു കാര്യത്തിലും അതിനിർണായകമായ ഘട്ടത്തിൽ മാത്രം സാന്നിധ്യം അറിയിക്കുകയും അഭിപ്രായം പറയുകയും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് MTയുടെ ശൈലിയെന്നും സാറ ജോസഫ് അനുസ്മരിച്ചു. കറന്റ് ബുക്സ് മാനേജിംഗ് ഡയറക്ടർ പെപ്പിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരന്മാരായ വൈശാഖൻ, MK രാമചന്ദ്രൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, സംഗീത ശ്രീനിവാസൻ, KJ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ജപ്പാൻ ഷോട്ടോകാൻ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ 47ാമത് അന്താരാഷ്ട്ര കരാത്തെ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് P രാംദയാൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഇന്ത്യൻ ചീഫ് ഇൻസ്ട്രക്ടർ PK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ റഫറി കമ്മീഷൻ ചെയർമാൻ വിനോദ് മാത്യു വയല, അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷാജി ജോർജ്, ഷാജിലി, മുനവർ താനൂർ,
വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മൻസൂർ സൈനുദ്ദീൻ, മുഹമ്മദ് അലി ശിഹാബുദ്ദീൻ, ബേബി എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 10 രാജ്യങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കും. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംഘടിപ്പിച്ച ജില്ലാ ജാഥ തൃശൂരിൽ സമാപിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമാപന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വഴിയോര കച്ചവട നിയമം പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുക, തൊഴിലാളികൾക്ക് സർവേ നടത്തി ലൈസൻസും ബാഡ്ജും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ നേതൃത്വത്തിൽ ഫെബ്രുവരി 19-20 തീയതികളിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത 3 ഏജന്റുമാരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യൂർ സ്വദേശി സിബി, എറണാകുളം സ്വദേശി സന്ദീപ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPM-ന് പണമുണ്ടാക്കുവാനുള്ള വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായുള്ള കടുംവെട്ടാണിതെന്നും ചെന്നിത്തല. തൃശൂരിലെ ജില്ലാ പബ്ലിക് ലൈബ്രറിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം നോക്കുകുത്തിയായി മാറി. അഗ്നിരക്ഷാ സംവിധാനമില്ലാതെ നിർമ്മിച്ച കെട്ടിടം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിൽ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത തുറക്കുന്നതിന് മുൻപ് സർവീസ് റോഡിന്റെ വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തം. കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിന് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ കുന്നംകുളം റോഡിന്റെ നിർമ്മാണം പുതിയ കരാറുകാർക്ക് കൈമാറി. ശക്തമായ ചൂടും കാറ്റും മൂലം തീപിടുത്തങ്ങളേറുന്നു. ഫയർഫോഴ്സ് നെട്ടോട്ടത്തിൽ. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിശമന സേന. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.